നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഭരണ തീരുമാനങ്ങൾ വിവാദത്തിലേക്ക് പോകരുത് എന്ന് KPCC പാർട്ടി വക്താക്കൾ ചിലപ്പോൾ വഴിവിടുന്നുവെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പാർട്ടിയുടെ അന്തസത്തയ്ക്ക് വീഴ്ച വരുത്തിയാൽ വിശദീകരണം ചോദിക്കാതെ പുറത്താക്കും. ചാവക്കാട് ഹനീഫ വധത്തിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും സുധീരൻ പറഞ്ഞു. ഇന്നത്തെ തീരുമാനത്തിൻ്റെ അന്തസത്തയ്ക്ക് വിരുദ്ധമായി ഏതെങ്കിലും വക്താക്കളുടെ ഭാഗത്തുനിന്ന് ഈ തീരുമാനത്തിൽ യോജിക്കാത്ത പ്രവർത്തനമുണ്ടായാൽ വിശദീകരണം ചോദിക്കാതെ തലസ്ഥാനത്ത് നിന്ന് അവരെ നീക്കം ചെയ്യാനാണ് ഇന്നത്തെ തീരുമാനം. ചിലരെങ്കിലും ക്യാബിനറ്റിന് അന്ന് രാവിലെ വന്ന് വൈകുന്നേരം പോകുന്നു എന്നൊരു വിമർശനം ഉണ്ട്. പേഴ്സണൽ സ്റ്റാഫിൻ്റെ കാര്യത്തിലും വിമർശനങ്ങൾ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നിരുന്നു. അതും ശ്രദ്ധിക്കണം, അങ്ങനെ പരാതി വരരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ഈ കാര്യത്തിലും മന്ത്രിമാരുടെ ഓഫീസുകളെ സമീപിക്കുന്ന ജനങ്ങൾക്കോ പ്രവർത്തകർക്കോ ഒരു പ്രയാസമുണ്ടാകാതെ നോക്കണം എന്ന് ഗവൺമെൻറ് ശ്രദ്ധയിൽ വരുത്തിയിട്ടുണ്ട്. ജോസഫ് വാഴക്കൻ, കോൺഗ്രസ് നേതാവ്, അജിത് കുമാർ മംഗളത്തിൻ്റെ CEO ജേക്കബ് ജോർജ്, മാധ്യമപ്രതിനിധികളാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ജോസഫ് വാഴക്കൻ, ഇന്നത്തെ KPCC വിശാൽ എക്സിക്യൂട്ടീവ് സംസ്ഥാന ഭരണത്തിൽ എന്തൊക്കെ അപൂർണതകളാണ് കണ്ടെത്തിയത്? അതിന് എന്തൊക്കെ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു? ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്നുള്ളതിനപ്പുറത്ത് ഒരു കാര്യമായ വിമർശനമൊന്നും ഉണ്ടായിട്ടില്ല. ഭരണത്തെ സംബന്ധിച്ച് നല്ല അഭിപ്രായമാണ് മിക്കവാറും ഉണ്ടായിട്ടുള്ളത്. ചുരുക്കം ചില ചെറിയ തിരുത്തലുകളൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓരോരുത്തരും അഭിപ്രായങ്ങൾ പറഞ്ഞു. അതൊക്കെ പാർട്ടി നേതാക്കന്മാർ, മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, ഭരണതലത്തിലുള്ള നേതാക്കന്മാരെല്ലാവരും ഇതിൽ പങ്കെടുത്തിരുന്നു. അവരതൊക്കെ ശ്രദ്ധിച്ചു. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലുമൊക്കെ ചെറിയ തിരുത്തലുകളൊക്കെ വേണ്ടി വരുമെങ്കിൽ അതൊക്കെ തിരുത്താനും തയ്യാറുമായിരിക്കും. അത് കാരണം പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇന്നിവിടെ ഉള്ളത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ വളരെ പോസിറ്റീവായിട്ട് ഗവൺമെൻറ്റിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. എല്ലാ അംഗങ്ങൾക്കും വലിയ ഒരു ആത്മവിശ്വാസം പാർട്ടി പ്രവർത്തകർക്ക് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അഭിപ്രായമാണ് മൊത്തത്തിൽ ഉണ്ടായിട്ടുള്ളത്. വാഴക്കൻ, ഇക്കാര്യത്തിൽ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കവേ KPCC പ്രസിഡന്റ് പറഞ്ഞത് ഭരണ തീരുമാനങ്ങൾ വിവാദത്തിലേക്ക് പോകുന്ന സാഹചര്യം ഒഴിവാക്കണം എന്നതാണ്. അതായത് പല ഭരണ തീരുമാനങ്ങളും വിവാദത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അക്കാര്യം പറയുന്നത്. ഒപ്പം ഇപ്പോൾ കൺസ്യൂമർ ഫെഡുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും ലൈറ്റ് മെട്രോ പദ്ധതി ശ്രീധരനെ ഏൽപ്പിക്കണമെന്ന കാര്യത്തിലായാലും ഒക്കെയുള്ള പാർട്ടിയുടെ ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ അദ്ദേഹം കൂടുതൽ ശക്തിയോടെ പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ അവധാനതയോടെ ഇടപെടണമായിരുന്നു, അല്ലെങ്കിൽ സംശയത്തിന് വഴി നൽകാത്ത തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന വിമർശനം ആ നിർദ്ദേശത്തിലില്ലേ? അല്ല, ഏതെങ്കിലും കാര്യത്തിൽ ഇപ്പോൾ ഇന്നത് അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഓരോ വിഷയങ്ങൾ, ഏത് കാര്യങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ഗവൺമെൻറ് ഒരുപക്ഷെ സതുദ്ദേശത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ അത് പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കിയെന്നിരിക്കാം, വിമർശന വിധേയമായി എന്നിരിക്കാം. പക്ഷേ ആത്യന്തികമായി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം എനിക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, എന്തൊക്കെ വിവാദങ്ങൾ ഏതൊക്കെ ഉണ്ടാക്കിയാലും ആത്യന്തികമായി ഗവൺമെൻറ് ശരിയുടെ പക്ഷത്ത് തന്നെയാണ് നിൽക്കുന്നതെന്നും ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളിൽ വലിയ തെറ്റുകൾ സംഭവിക്കുന്നില്ല എന്നുള്ളതുമാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതാണ് പാർട്ടി പ്രവർത്തകർക്കും പ്രധാനമായും ബോധ്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വിവാദങ്ങൾ പലപ്പോഴും ആരെങ്കിലും മനഃപൂർവ്വമായ വിവാദങ്ങൾക്ക് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല. വിവാദങ്ങൾ മിക്കവാറും പ്രതിപക്ഷങ്ങളും മാധ്യമങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്നതാണ്. അതെല്ലാം ശരിയുമായിരിക്കണമെന്നില്ല. ചില അർത്ഥസത്യങ്ങളും ചില അസത്യങ്ങളും ഒക്കെ ഉണ്ടാകാം ആ പ്രചരണങ്ങളിൽ. പക്ഷേ ആ പ്രചരണങ്ങളൊന്നും അധികം ആയുസ് കിട്ടുന്നില്ലല്ലോ. ആയുസ് കിട്ടുന്നില്ല എന്ന് പറയുന്നത് തന്നെ ആ പ്രചരണങ്ങൾക്ക് ഉപോത്ബലകമായി പറയപ്പെടുന്ന കാരണങ്ങൾക്ക് അർത്ഥമില്ല. അതല്ലെങ്കിൽ ആ പ്രചരണങ്ങളും വിവാദങ്ങളും പലതും അർത്ഥശൂന്യമാണ് എന്നുള്ളത് തന്നെയാണ്. ശ്രീ അജിത് കുമാർ, ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ചില നിർദ്ദേശങ്ങൾ നൽകുകയാണ്. ഇന്നു ചേർന്ന KPCC വിശാല എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായി VM സുധീരൻ. ഇപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം മന്ത്രിമാർ 4 ദിവസമെങ്കിലും തലസ്ഥാനത്തുണ്ടാവണമെന്നതാണ്. അത് കർക്കശമായി നടപ്പാക്കുമെന്ന് അദ്ദേഹം പറയുന്നു. നേരത്തെ തന്നെ ആ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണെങ്കിലും മന്ത്രിമാരാരും ക്രിയാത്മകമായി അതിനോട് പ്രതികരിച്ചില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയോട് ഇന്ന് പരാതി പറഞ്ഞിട്ടുണ്ട് KPCC പ്രസിഡന്റ്. അതായത് പാർട്ടി ഒരു നിർദ്ദേശം നൽകിയാൽ പാർട്ടി നിർദ്ദേശം എന്ന നിലയ്ക്ക് ഗൗരവത്തിലെടുത്ത് അങ്ങ് നടപ്പിലാക്കുന്ന രീതി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ KPCC പ്രസിഡന്റിന് മുഖ്യമന്ത്രിയോട് ഇക്കാര്യത്തിൽ പരാതി പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് സർക്കാരിൻ്റെ പ്രവർത്തനത്തെ ശരിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും തെറ്റുതിരുത്താനുമുള്ള KPCCയുടെ ശ്രമം എത്രത്തോളം കോൺഗ്രസിൽ ഫലപ്രദമാകുമെന്നാണ് പ്രായോഗിക ബുദ്ധിയ പരിശോധിച്ചാൽ കാണേണ്ടത്.
KPCC പ്രസിഡന്റായി VM സുധീരൻ ചുമതലയേറ്റ ശേഷം വലിയ തർക്കങ്ങൾ മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റുമായി അനേകം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി, തർക്കങ്ങളുണ്ടായി. എന്നാൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകാതിരിക്കുവാൻ ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ VM സുധീരനും വളരെ ശ്രദ്ധിക്കുന്നുമുണ്ട്. അങ്ങനെ പൊട്ടിത്തെറിയിലേക്ക് പോകാതെ ഇപ്പുറത്ത് വെച്ച് കോംപ്രമൈസ് ചെയ്യുന്ന അനുരഞ്ജനത്തിൻ്റെ പാത അനുരഞ്ജനം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഗവൺമെൻറ് പ്രവർത്തനം ഉയരുന്നില്ല എന്ന KPCC പ്രസിഡന്റിൻ്റെയും അങ്ങനെയുള്ളവരുടെയും വാദം ശരിയാണ്. കാരണം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ, താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ മന്ത്രിമാർ കൂടുതൽ സമയം സെക്രട്ടറിയിൽ ചെലവഴിക്കുന്നില്ല. ഭരണത്തിൽ തീരുമാനങ്ങൾ വിവാദങ്ങളിലേക്ക് പോകുന്നു. ചെറിയ തീരുമാനങ്ങൾ പോലും വിവാദങ്ങളിലേക്ക് പോകുന്നു. ഇപ്പോൾ കൺസ്യൂമർ ഫെഡ് MD സ്ഥാനത്തിൽ തച്ചങ്കരി മാറ്റണോ വേണ്ടയോ എന്ന സ്ഥാനത്തിൽ ഒരു മന്ത്രിസഭയ്ക്ക് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു വിവാദമാണ് ഉണ്ടായത്. എന്താണ്? മുഖ്യമന്ത്രി അറിഞ്ഞില്ല, പത്രക്കുറിപ്പ് ഇറങ്ങുന്നു, അത് മുഖ്യമന്ത്രി അറിഞ്ഞില്ല. മന്ത്രി പറയുന്നു മാറ്റിയെന്ന്, മുഖ്യമന്ത്രി പറയുന്നു മാറ്റിയില്ലെന്ന്. അപ്പോൾ അങ്ങനെ വളരെ വിവാദങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് തീരുമാനങ്ങൾ പോകുന്നത് കോർഡിനേഷൻ്റെ കുറവാണ്. ആ കോർഡിനേഷൻ ഇതുവരെ ഒരു ഗവൺമെൻറ്റിനും ഇല്ലാത്ത തരത്തിൽ ആ കോർഡിനേഷനിൽ പാളിച്ച സംഭവിക്കുന്നു എന്നുള്ളത് സത്യമാണ്. അത് ഒഴിവാക്കുന്നതിന് VM സുധീരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഇനിഷ്യേറ്റീവ് ഏറ്റവും പ്രധാനമാണ്. അത് മുഖ്യമന്ത്രി മന്ത്രിമാരും KPCC പ്രസിഡന്റിനെ അനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ VM സുധീരന് പരാതി പറയേണ്ടി വന്നത്. പ്രധാനം VM സുധീരനും ഉമ്മൻചാണ്ടിയും തമ്മിൽ തർക്കമുണ്ട്. ആ തർക്കത്തിൻ്റെ മറപിടിച്ചുകൊണ്ട് മറ്റു മന്ത്രിമാരും മറ്റ് നേതാക്കളും രക്ഷപ്പെടുകയാണ്. അതുകൊണ്ടാണ് സത്യത്തിൽ VM സുധീരന് അങ്ങനെ ഒരു പരാതി പറയുന്നത്. ജോസഫ് വാഴക്കൻ ഇക്കാര്യത്തിൽ ഭരണ തീരുമാനങ്ങൾ വിവാദത്തിലേക്ക് കൊണ്ടുപോകരുത് എന്ന് അദ്ദേഹം പറയുന്നു. കൺസ്യൂമർ ഫെഡിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള വിവാദമുണ്ടായത് എങ്ങനെയാണ്? അത് കേവലമായി ഏതെങ്കിലും ആരോപണം ഉന്നയിക്കപ്പെട്ടതിന്റെ പേരിലുണ്ടായ വിവാദമല്ല, മറിച്ച് കൂട്ടുത്തരവാദിത്വമില്ലായ്മ വളരെ പ്രകടമാക്കുന്ന തരത്തിൽ രണ്ടുപേർ രണ്ട് നിലപാട് കൈക്കൊള്ളുകയും ഉദ്യോഗസ്ഥനെ മാറ്റിയെന്ന് വകുപ്പ് മന്ത്രിയും അറിഞ്ഞില്ലെന്ന് മുഖ്യമന്ത്രിയും അടക്കമുള്ള ആളുകൾ പറയുന്നു. ആ തരത്തിൽ ഏറ്റവും ഗൗരവതരമായ കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. അത് വിരുദ്ധ താല്പര്യങ്ങൾ ഒരേ വിഷയത്തിൽ വെച്ച് പുലർത്തുന്നതിൻ്റെ ഫലമാണ്. ആ തരത്തിൽ ഗൗരവതരമായ പിഴവുകളോ അല്ലെങ്കിൽ അനാസ്ഥയോ ഉണ്ടാവരുത് എന്ന ധ്വനി ചെറുതെങ്കിലും ഈ പരാമർശത്തിലില്ലേ? അപ്പോൾ സർക്കാരിൻ്റെ വലിയ വീഴ്ചകളെ ചൂണ്ടുന്നുണ്ട് ഈ നിർദ്ദേശങ്ങൾ കൊണ്ട് പാർട്ടിയും പാർട്ടി പ്രസിഡന്റും. അജിത്ത് പറഞ്ഞത് അത്ര പൂർണ്ണമായും ശരിയാണ് എന്നുള്ള വിശ്വാസം എനിക്കില്ല. അത് ശരിയുമല്ലെന്നാണ് എൻ്റെ അഭിപ്രായവും. കാരണം ഇത് ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. അങ്ങനെയൊന്നുമില്ല. ഇതിനേക്കാളൊക്കെ എന്തെല്ലാം കൺഫ്യൂഷനുകൾ ഏതൊക്കെ മന്ത്രിസഭയിൽ എന്തൊക്കെ ഉണ്ടായിരിക്കുന്നു. ഇത് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഇല്ല. അവിടെ ശ്രീ ടോമിൻ തച്ചങ്കരിയെ കൺസ്യൂമർ ഫെഡിൻ്റെ MD സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള തീരുമാനമായതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വേറെ പോസ്റ്റിംഗ് സംബന്ധിച്ചും അങ്ങനെയുള്ള മറ്റ് ഉദ്യോഗസ്ഥന്മാരുടെ പുനർവിന്യാസത്തെ സംബന്ധിച്ച് ഫൈനൽ രൂപമാകാത്തത് കൊണ്ട് അടുത്ത ക്യാബിനറ്റിൽ വെച്ച് അതിൻ്റെ ഫൈനൽ തീരുമാനമെടുക്കാമെന്നുള്ള ഒരു ധാരണയിൽ മുഖ്യമന്ത്രി നേരത്തെ അദ്ദേഹം മുൻകൂട്ടി നിശ്ചയിച്ച് മറ്റൊരു പരിപാടിക്ക് പോയി. പക്ഷേ അതിനുശേഷം അവിടെ ഡിസ്കഷനുകൾ നടന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ കൂടി സാന്നിധ്യത്തിൽ അടുത്ത മറ്റ് പുനർവിന്യാസത്തെക്കുറിച്ചുള്ള തീരുമാനം ഉണ്ടാകാത്തത് കൊണ്ട് അത് തീരുമാനമായി പുറത്തു വരേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ അത് ആ ക്യാബിനറ്റ് നോട്ടിനകത്ത് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുകയും അത് അവിടെ നിന്ന് എങ്ങനെയോ, അത് ഒഫീഷ്യലായി കൊടുത്താണോ എന്ന് എനിക്കറിയില്ല, എങ്ങനെയോ ആ വാർത്ത പുറത്തു വരികയും ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് എല്ലാവരും അതിനകത്ത് ഒരു കൺഫ്യൂഷനുമില്ല. എല്ലാവരും ഏകാഭിപ്രായക്കാരാണ്. ആ അഭിപ്രായം തന്നെയായിരിക്കും നടക്കാനും പോകുന്നത്. അതിനകത്ത് അത് പിന്നെ മാധ്യമങ്ങളതൊരു വലിയ വിഷയമാക്കി അത് തന്നെ ഈ പറയുന്ന മാറ്റപ്പെടുന്നു എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു മാനിപ്പുലേഷൻ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ജേക്കബ് ജോർജ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ്, ഭരണ തുടർച്ചയ്ക്ക് ആവശ്യമായ പദ്ധതി KPCC നേതൃത്വം തയ്യാറാക്കിയിട്ടുണ്ട് എന്ന മുഖവരയോടെയാണ് ഇന്ന് KPCC അധ്യക്ഷൻ വാർത്താ സമ്മേളനം തുടങ്ങിയത്. സർക്കാരിന് മന്ത്രിമാർക്ക് ചില പ്രവർത്തന ചട്ടം ഏർപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ പാർട്ടി വക്താക്കൾക്ക് പോലും സംസാരിക്കുന്നതിന് കടുത്ത നിയന്ത്രണം. ഇനി അങ്ങനെ പാർട്ടി നയവും നിലപാടും വിട്ട് സംസാരിക്കുന്ന നിലയുണ്ടായാൽ വിശദീകരണം പോലും ചോദിക്കാതെ അവരെ പുറത്താക്കുമെന്ന് KPCC പ്രസിഡന്റ് പറയുന്നു. മന്ത്രിമാർ തലസ്ഥാനത്ത് ആഴ്ചയിൽ 4 ദിവസം ഉണ്ടാവണം. ഇത് പാർട്ടിയുടെ കർശനമായ നിർദ്ദേശമാണ്. ഇത് പാലിച്ചു പോകണം. വിവാദമുണ്ടാക്കുന്ന ഒരു തീരുമാനവും ഇനി സർക്കാർ എടുക്കരുത് എന്നൊക്കെയുള്ള ശരിയായ രീതിയിലുള്ള അല്ലെങ്കിൽ നന്മ ലക്ഷ്യമാക്കിയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇതൊക്കെ KPCC പ്രസിഡന്റ് VM സുധീരൻ വാർത്താ സമ്മേളനത്തിൽ പറയുന്നതിനപ്പുറത്തേക്ക് പ്രായോഗികമായി നടപ്പിലാവാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? അല്ല, ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ കാര്യങ്ങൾ എവിടെ വരെ പോകാം, എല്ലാവരെയും എങ്ങനെ ഒരുമിച്ച് ഒരു അച്ചടക്കത്തിന്റെ ചട്ടക്കൂട്ടിനുള്ളിൽ നിർത്താം എന്നുള്ളത് ഒരു വെല്ലുവിളി തന്നെയാണ്. ഏത് മന്ത്രിസഭയിലാണെങ്കിലും പ്രത്യേകിച്ച് UDF ഭരിക്കുമ്പോൾ ഇപ്പോൾ 20 സീറ്റുമായിട്ട് നിൽക്കുന്ന മുസ്ലിം ലീഗ് മന്ത്രിമാരെ ഇവിടെ ഇരുത്താൻ പറ്റുമോ? ഇവിടെ മന്ത്രിമാർ നമ്മൾ തന്നെ പലതവണ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്.
ഓരോരുത്തർ ബുധനാഴ്ച കാലത്തെയാണ്, നിവൃത്തി ഉണ്ടെങ്കിൽ രാവിലെ വരികയുള്ളൂ. ക്യാബിനറ്റ് കഴിഞ്ഞാൽ ഉടൻ സ്ഥലം വിടും. ഇവർക്ക് തിരുവനന്തപുരത്തിരിക്കാൻ അവർക്ക് സർക്കാർ വീട് കൊടുത്തിട്ടുണ്ട്, കാർ കൊടുത്തിട്ടുണ്ട്, എല്ലാ സംവിധാനങ്ങളും തിരുവനന്തപുരത്ത് ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് ഇരിക്കത്തില്ല. ഒരു ദിവസം, ഇവരൊക്കെ നല്ല പ്രഗത്ഭന്മാരായ മന്ത്രിമാരാണ്, ഒരു 2 ദിവസം തിരുവനന്തപുരത്ത് ഇരുന്നാൽ കേരള ഗവൺമെന്റ്, കേരള സർക്കാരിന്റെ മുഖച്ഛായ മാറില്ലേ, കേരളത്തിന്റെ മുഖച്ഛായ മാറില്ലേ, എന്തുമാത്രം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ എന്തുകൊണ്ട്? കാരണം വളരെ നേരിയ ഭൂരിപക്ഷത്തിൽ ഇരിക്കുന്ന ഗവൺമെന്റിന്റെ മേൽ എതിർ പാർട്ടിയായ കോൺഗ്രസിന് അത്ര വലിയ നിയന്ത്രണമൊന്നുമില്ല. ഇപ്പം VM സുധീരന് മുഖ്യമന്ത്രിയും എത്ര കണ്ട് പറഞ്ഞാലും ഇതൊക്കെ കാര്യങ്ങൾ ഇവിടെ നടക്കുകയുള്ളൂ. അവസാനം ഈ കതിരയിൽ കൊണ്ട് കളം വെക്കുന്നത് നല്ലത് തന്നെ, പക്ഷെ എന്തുമാത്രം പ്രായോഗികമായിരിക്കും അത് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ശ്രീ ജോസഫ് വാഴക്കൻ, സർക്കാരിൻ്റെ പിഴവുകളില്ലാതെ മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തുമെന്ന് അഭിപ്രായമുള്ളപ്പോഴും പാർട്ടി നൽകുന്ന നിർദ്ദേശങ്ങൾ അപ്പടി നടപ്പിലാക്കുന്ന ഒരു സംവിധാനമില്ല എന്ന് മനസ്സിലാക്കണ്ടേ? കാരണം മന്ത്രിമാർ 4 ദിവസം ഇവിടെ ഉണ്ടാവണം എന്ന നിർദ്ദേശം ഇതിനു മുൻപ് നൽകിയതാണ്. ഒരാളും ക്രിയാത്മകമായി അതിനോട് പ്രതികരിച്ചില്ല. ഇന്ന് VM സുധീരന് മുഖ്യമന്ത്രിയോട് പരാതി പറയേണ്ടി വന്നിരിക്കുന്നു. താങ്കൾ നേരത്തെ പറഞ്ഞു പാർട്ടി നൽകുന്ന നിർദ്ദേശങ്ങൾ അങ്ങനെ അനുസരിച്ചു പോകുന്ന സമീപനമാണ് പാർട്ടിയുടെ സർക്കാരിനുള്ളത് എന്ന്. അങ്ങനെയല്ല. ഇപ്പോൾ VM സുധീരൻ പറഞ്ഞാൽ അനുസരിക്കാത്ത മന്ത്രിമാരെ അനുസരിപ്പിക്കാൻ മുഖ്യമന്ത്രിയോട് പരാതി പറയേണ്ട നിലയിലാണ് VM സുധീരൻ. ആ രീതിയിലൊന്നും അതിനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. മന്ത്രിമാർ കൂടുതലും തിരുവനന്തപുരത്ത് 2-3 ദിവസം ഓഫീസുകളിലുള്ളത് നല്ലതാണ്. പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് മന്ത്രിമാർ, ജനങ്ങൾ തന്നെ ഒരുപാട് പ്രോഗ്രാമുകൾ കേരളം മുഴുവൻ വകുപ്പുമായി ബന്ധപ്പെട്ട് അല്ലാത്ത പ്രോഗ്രാമുകൾക്ക് മന്ത്രിമാർ വന്നിരിക്കണമെന്നുള്ളത് ജനങ്ങളുടെ ഒരു നിർബന്ധമാണ്, പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകരുടെ. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി പലരും പ്രോഗ്രാമുകൾ കൊടുക്കുകയും അത്തരം പ്രോഗ്രാമുകൾക്ക് പോവുകയും ചെയ്യുന്നത് കൊണ്ടാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നല്ലേ മന്ത്രിമാർക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് ലോകം മുഴുവൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത്ര സന്തോഷമുള്ള കാര്യമാകാൻ ഒരു സാധ്യതയില്ല. കാരണം അത്രമാത്രം ടീഡിയസ് ആയിട്ടുള്ള ഇന്നിപ്പോ അദ്ദേഹം പറയുന്നു. ഒപ്പം ഈ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാതി നേരത്തെ തന്നെ KPC വിശാല എക്സിക്യൂട്ടീവ് ഉന്നയിച്ചിട്ടുള്ളതാണ്. ഒപ്പം പ്രതിച്ഛായ നഷ്ടമുണ്ടായാൽ അത് തിരികെ പിടിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അദ്ദേഹം ഊന്നി പറയുകയും ചെയ്തു. തൃശ്ശൂരിലെ ഗ്രൂപ്പ് തർക്കം, പരസ്യമായി രംഗത്ത് വന്നിട്ടുള്ള ഈ ഗ്രൂപ്പ് വഴക്ക്, അത് ഇന്നത്തെ വിശാല എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്തൊരു തീർപ്പുണ്ടാക്കുമെന്ന് കേട്ടിരുന്നു. ആ വിഷയത്തിന് അവസാനത്തെ അണിയടിച്ചൊരു തീർപ്പുണ്ടാക്കിയോ ഇന്നത്തെ നേതൃയോഗം? അതൊക്കെ പാർട്ടിക്ക് അതിൻ്റെ മെക്കാനിസം ഉണ്ട്. ഓരോ പ്രദേശത്തെല്ലാം എക്സിക്യൂട്ടീവിൽ വെച്ചല്ല അതെല്ലാം ചർച്ച ചെയ്യുന്നത്. ഓരോ പ്രദേശത്തെയും വിഷയങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചർച്ച ചെയ്യാൻ ബന്ധപ്പെട്ട നേതാക്കന്മാർ, കേരളത്തിലെ പ്രമുഖരായ നേതാക്കളൊക്കെ പങ്കെടുത്തുകൊണ്ട് അത്തരം സംഭവങ്ങൾ, ഏത് വിഷയങ്ങളുണ്ടായാലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാൽ അത് പറയാനും തീർക്കാനും ഒരു മെക്കാനിസം ഉണ്ട്. അതനുസരിച്ച് തൃശ്ശൂരിൻ്റെ കാര്യത്തിലും പ്രത്യേകമായി ചർച്ച നടക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ അവിടെ പരിഹരിക്കപ്പെടും. അവിടെ ഗ്രൂപ്പിൻ്റെ പേരിലുള്ള കൊലപാതകമൊന്നുമല്ല അവിടെ നടന്നിട്ടുള്ളത്. അതൊക്കെ വെറും തെറ്റിദ്ധാരണകളാണ്, അതൊക്കെ വെറും പ്രചരണങ്ങളാണ്. രണ്ട് കൂട്ടത്തിലുള്ള ആളുകൾ, രണ്ടും കോൺഗ്രസിൽപ്പെട്ട ആളുകളായിരുന്നു. ഹനീഫയുടെ വധം പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കി, കോട്ടമുണ്ടാക്കി എന്നാണ് ഇന്ന് KPC പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾക്കാർക്കും ഒരു പങ്കാളിത്തവുമില്ലാത്ത, പാർട്ടി പ്രവർത്തകർക്ക് പങ്കാളിത്തമില്ലാത്ത കേസിൽ എങ്ങനെയാണ് കോൺഗ്രസിന് കോട്ടമുണ്ടാവുന്നത്? കോൺഗ്രസിന് കോട്ടമുണ്ടായി. അതിനെ തുടർന്നുണ്ടായ പ്രചരണങ്ങളും കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴക്കാണെന്നുള്ള പ്രചരണങ്ങൾ, അങ്ങനെ നേതാക്കന്മാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെലുവാരി എറിയാൻ ശ്രമിച്ചത്, അതൊക്കെ കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കി, യാതൊരു സംശയവുമില്ല. അതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്, അതിനെക്കുറിച്ച് പറഞ്ഞത്. അതല്ലാതെ അവിടെ ഉണ്ടായിട്ടുള്ള കൊലപാതകം ഗ്രൂപ്പ് തിരിഞ്ഞ് Aയും Iയും കൂടെ കുത്തി മരിച്ചതൊന്നുമല്ല. അത് അങ്ങനത്തെ തെറ്റിദ്ധാരണകളും വേണ്ട. അതൊക്കെ പിന്നീടുണ്ടായ പ്രചരണങ്ങളുടെ ഭാഗം മാത്രമാണ്. ശ്രീ അജിത് കുമാർ, വഴിവിട്ടു പോകുന്നുണ്ട് പല പാർട്ടി വക്താക്കളും എന്നാണ് KPC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞത്. ഇനി അങ്ങനെ വഴിവിട്ടു പോകുന്നവരെ നിയന്ത്രിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അന്തസത്തയ്ക്ക് നിരക്കാത്ത വിധമുള്ള പരാമർശങ്ങളും പ്രസ്താവനകളും നടത്തിയാൽ ഒരു വിശദീകരണവും ചോദിക്കാതെ അവരെ പുറത്താക്കുമെന്നതാണ് VM സുധീരൻ പ്രഖ്യാപിച്ച കാര്യം. അത് VM സുധീരനെ കൊണ്ട് അത്രമേൽ ആർജവത്തോടെ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു തീരുമാനമായിരിക്കുമോ? പാർട്ടി അന്തസത്തയ്ക്കും അച്ചടക്കത്തിനും അപ്പുറത്തേക്ക് പോകുന്നവരെ നിയന്ത്രിക്കാൻ ഈ തരത്തിലുള്ള പുറത്താക്കൽ മുന്നറിയിപ്പ് കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അത് ആപ്ലിക്കബിൾ ആണോ? ഒരിക്കലുമല്ല. VM സുധീരൻ പുറത്താക്കാൻ ശ്രമിച്ചാൽ 2 ഗ്രൂപ്പുകളായി, ഇപ്പോൾ സുധീരൻ വന്നപ്പോൾ VM സുധീരൻ്റെ ഒരു ഗ്രൂപ്പ് കൂടെ കോൺഗ്രസിലുണ്ടായിട്ടുണ്ട്. 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടിയിൽ അങ്ങനെ അച്ചടക്ക നടപടി കൊണ്ടൊന്നും പറ്റില്ല. കാരണം വക്താക്കൾ അവരവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഇത്രയും വക്താക്കൾ KPCCക്ക് എന്തിനെന്ന് മനസ്സിലാകുന്നില്ല. ഇത്രയും ഭാരവാഹികൾ ഒരു പാർട്ടിക്ക് ഭാരമാണ്.
ആ ഇത്രയും ഭാരമാകേണ്ട ആവശ്യമില്ല കോൺഗ്രസിനെ പോലൊരു പാർട്ടിക്ക്. അതുകൊണ്ട് KPC വക്താക്കളെ മൊത്തം ഇഷ്ടം പോലെ വക്താക്കളെ വെക്കുകയും അവരെന്തെങ്കിലും പറഞ്ഞാൽ നടപടിയെടുക്കുകയും ചെയ്യും എന്ന് പറയുന്നതിന് മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിക്കാണ് അവൈലബിൾ സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞ ചർച്ചാ സംവിധാനങ്ങളുണ്ട്. കോൺഗ്രസിന് അങ്ങനെ ഒരു സംവിധാനമില്ല. എന്താണ് പാർട്ടിയുടെ നയം? ദൈനംദിനം ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളിൽ ഇതാണ് പാർട്ടിയുടെ നയം എന്ന് രൂപീകരിക്കത്തക്ക ഒരു നയരൂപീകരണ സമിതി ഇല്ല. വല്ലപ്പോഴും ഒരു ജംബോ എക്സിക്യൂട്ടീവ് കൂടുന്നു, വല്ലപ്പോഴും അതിൻ്റെ ഭാരവാഹികളുടെ യോഗം കൂടുന്നു. ആ യോഗം കൂടുമ്പോൾ ഗ്രൂപ്പ് തിരിഞ്ഞ് ചർച്ച നടക്കും, ഗ്രൂപ്പ് തിരിഞ്ഞ് തീരുമാനങ്ങൾ എടുക്കും, ഗ്രൂപ്പുകൾ ഗ്രൂപ്പിൻ്റെ വഴിക്ക് പോകും. അതല്ലാതെ കൂട്ടായ ഒരു പ്രവർത്തനം KPCക്ക് കാഴ്ചവെക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ഈ പാർട്ടിയുടെ ഈ ദൗർബല്യമാണ്. ഇക്കാര്യത്തിൽ ഇപ്പോൾ അജയ് തറയിൽ അടക്കമുള്ള വക്താക്കൾക്കാണ് ഇക്കാര്യത്തിൽ പിഴവ് പറ്റിയിട്ടുള്ളത് എന്നായിരിക്കണം ഒരുപക്ഷെ VM സുധീരൻ കണ്ടിരിക്കുക. കാരണം അദ്ദേഹം നേരത്തെയും അജയ് തറയിലിനെ വിമർശിച്ചിട്ടുണ്ട്. അജയ് തറയിൽ ഈ വിഷയത്തിൽ വിമർശനം ഉന്നയിച്ചതിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ തന്നെ അഴിമതി വിഷയത്തിൽ സർക്കാർ എടുത്തിട്ടുള്ള സമീപനങ്ങളെയാണ് അദ്ദേഹം പലപ്പോഴും വിമർശിച്ചു കണ്ടത്. അങ്ങനെ വലിയ കരിനിഴലിലേക്ക് പോകുന്ന തരത്തിലുള്ള സംശയാസ്പദമായ നിലപാട് സ്വീകരിക്കാൻ പാടില്ല സർക്കാർ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ വ്യക്തി താല്പര്യം സംരക്ഷിക്കും വിധത്തിൽ പാർട്ടിയെ വിമർശിച്ചതിനല്ല ഈ കർശന ഭാഷയിൽ ഇപ്പോൾ VM സുധീരൻ പറയുന്നത്. അഴിമതി വിഷയത്തിൽ സർക്കാർ കരിനിഴലിലായി പോകാൻ പാടില്ല എന്ന ചർച്ചകളിൽ അഭിപ്രായം പറഞ്ഞ വക്താവിനെ നിയന്ത്രിക്കാനാണ് VM സുധീരൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്നാൽ സംസ്ഥാനത്ത് പലയിടത്തുമുള്ള ഏറ്റവും രൂക്ഷമായ ഗ്രൂപ്പ് പോരിനെ വാചകത്തിനപ്പുറത്തേക്ക് പോയി ക്രിയാത്മകമായി ഇടപെട്ട് നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുമില്ല എന്നതാണ്. ജോസഫ് വാഴക്കൻ വഴിവിടുന്ന വക്താക്കളെ നിയന്ത്രിക്കാനാണ് ഏറ്റവും കർശനമായ പദ്ധതി VM സുധീരൻ എന്ന് പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ആവർത്തിക്കപ്പെട്ടാൽ ഇനി അവരെ വിശദീകരണം ചോദിക്കാതെ പുറത്താക്കുമെന്ന്. ആ തരത്തിൽ അപകടകരമായ വിധത്തിൽ പെരുമാറിയിട്ടുള്ള വക്താക്കൾ ആരാണ്? ഏത് വിഷയത്തിൽ എന്തു നിലപാട് സ്വീകരിച്ചു പാർട്ടിയെ അപകടപ്പെടുത്തിയതാണ് ഈ തരം ഒരു കർശന വ്യവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്? അല്ല, പാർട്ടി പ്രസിഡന്റിന് ആ തരത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാകാം. ആരുടെയെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പാർട്ടി നേതൃത്വത്തിൻ്റെ അഭിപ്രായത്തിന് വിരുദ്ധമായിട്ടാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെതിരായിട്ടാണ്, ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾക്ക് പാർട്ടി ഡിഫെൻഡ് ചെയ്യേണ്ടിടത്ത് ഡിഫെൻഡ് ചെയ്യുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടാകാം. അതുകൊണ്ടാകാം ഒരുപക്ഷെ അദ്ദേഹം ആ രീതിയിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സംഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല ഈ തരത്തിലുള്ള അഭിപ്രായം ചൂണ്ടിക്കാണിച്ചത്. ജേക്കബ് ജോർജ്, ഇക്കാര്യത്തിൽ VM സുധീരൻ നേരത്തെ തന്നെയും ഇക്കാര്യത്തിൽ അജയ് തറയിലിനെ ശാസിച്ചിട്ടുണ്ട്. അദ്ദേഹം പാർട്ടി വക്താവാണ്. KM മാണിയുമായി ബന്ധപ്പെട്ട അഴിമതി വിഷയത്തിൽ അല്പം കൂടി വ്യതിരിക്തമായ നിലപാട് സ്വീകരിച്ചതിന് അദ്ദേഹം വലിയ തോതിൽ വിമർശിക്കപ്പെടുകയും ചെയ്തു. ആ തരത്തിൽ അഴിമതിക്കെതിരെ ജനപക്ഷ നിലപാട് ചർച്ചയിൽ പ്രഖ്യാപിച്ചതിനാണ് VM സുധീരൻ അദ്ദേഹത്തെ ഇപ്പോൾ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ആ നിലപാട് സ്വീകരിക്കുന്ന വക്താക്കളെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നത് എന്നു കാണാം. അതായത് അദ്ദേഹം എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിന് വിരുദ്ധമായി ഇത്തരം കാര്യങ്ങൾ കൂടുതൽ കർക്കശക്കാരനായി അദ്ദേഹം മാറുന്നുണ്ടെന്നാണോ? VM സുധീരൻ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന വിഷയം അത്ര പക്വതയുള്ള ഒരു നിലപാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതേ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എത്രയോ തവണ VM സുധീരൻ ഉൾപ്പെടെയുള്ളവർ VM സുധീരനും K കരുണാകരനെതിരെ നടത്തിയ നീക്കങ്ങൾ, അത് ആന്റണി പക്ഷത്തിരുന്നു കൊണ്ട് അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ നമ്മൾ പലതവണ ഞാൻ തന്നെ ഈ പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു VM സുധീരൻ. അതേപോലെ ഈ കാർത്തികേയൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് R ബാലകൃഷ്ണപിള്ളയുടെ പഞ്ചാബ് മോഡൽ പ്രസംഗം എറണാകുളത്ത് രാജേന്ദ്ര മൈതാനിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം. പലപ്പോഴും പല പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടായി. ഒടുവിൽ കാർത്തികേയൻ ശക്തമായൊരു പ്രസ്താവന നടത്തി. അതിനകത്ത് കാർത്തികേയനും കൂടെ കൂടിയിരുന്നാണ്, കാർത്തികേയനും ചെറിയാറ്റൽപ്പുഴും കൂടിയിരുന്നാണ് പ്രസ്താവന എഴുതിയത്. ബാലകൃഷ്ണപിള്ളയെ ഒരു കാരണവശാലും മന്ത്രിസഭയിൽ ഇരുത്തിക്കൂടാ എന്നൊരു പ്രസ്താവന ഇറക്കി. അതേ തുടർന്നാണ് ബാലകൃഷ്ണപിള്ളയ്ക്ക് രാജിവെക്കേണ്ടി വന്നത്. അപ്പം കേരള ചരിത്രത്തിലെയും UDFിന്റെ ചരിത്രത്തിലെയും സമീപകാലത്ത് നടന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ മറന്നുകൊണ്ട് കോൺഗ്രസ് വക്താക്കളൊക്കെയും അച്ചടി ഭാഷയിലേ സംസാരിക്കാവൂ, കോൺഗ്രസ് നേതൃത്വം പറയുന്നത് അതേമാതിരി പറഞ്ഞുകൊള്ളണം. അങ്ങനെയാണെങ്കിൽ പിന്നെ കോൺഗ്രസ് വക്താവിന്റെ ആവശ്യം പോലുമില്ല. വക്താവ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ സ്വതന്ത്രമായി വ്യാഖ്യാനിച്ച് ജനങ്ങളെ മനസ്സിലാക്കാൻ കടപ്പെട്ടവരാണ്. അവർക്ക് അവരുടേതായ ഒരു സ്വാതന്ത്ര്യം വേണം. രാഷ്ട്രീയത്തിൽ അവർക്ക് സ്വന്തമായ ഒരു കാഴ്ചപ്പാട് വേണം. ഇത് ഒരു കാഴ്ചപ്പാടുമില്ലാതെ സ്കൂൾ യൂണിഫോം ഇട്ട ടൈം ഷോർട്ട് കോട്ടുമൊക്കെ ഇട്ട കുറെ പിള്ളേരെ വക്താക്കളാക്കി വിടുന്നത് പോലെ കോൺഗ്രസ് വക്താക്കളാകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ അജിത്ത്, ഇക്കാര്യത്തിൽ ഇന്നിപ്പോൾ ഏറ്റവും പുതിയ ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നു, വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പാക്കുമ്പോൾ പാരിസ്ഥിതിക ആഘാത പഠനം വേണം.
അത് എത്രത്തോളം വലിയ കാലാവസ്ഥാ അപകടമുണ്ടാക്കുമെന്ന വിഷയത്തിലും പഠനം വേണമെന്ന് അദ്ദേഹം പറയുന്നു. അല്പം കഴിയുമ്പോൾ കെ ബാബു പ്രതികരിക്കുന്നു. രമേശ് ചെന്നിത്തല ഇത്തരമൊരു പ്രസ്താവന നടത്തുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല. അദ്ദേഹം പറയുന്നത് അവാസ്തവമാണ്, കാര്യങ്ങൾ പഠിക്കാതെയാണ് എന്ന്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലടക്കം സർക്കാരിന് ഇക്കാര്യത്തിൽ രണ്ട് താല്പര്യമുണ്ട് എന്ന് തോന്നുന്ന വിധത്തിലുള്ള പ്രസ്താവന നടത്തുകയാണ്. ഈ KPC വിശാല എക്സിക്യൂട്ടീവിന് തൊട്ട് ശേഷം മന്ത്രിമാർ ആ തരത്തിലുള്ള പരസ്പര ധാരണയില്ലായ്മ ഈ മന്ത്രിസഭയിലുണ്ട് എന്ന് തോന്നിപ്പിക്കും വിധമാണ് പ്രവർത്തനം. പിന്നെ ഈ ഇടപെടൽ കൊണ്ടൊക്കെ എന്തു ഗുണം? രമേശ് ചെന്നിത്തല TN പ്രതാപൻ അധ്യക്ഷനായ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിൻ്റെ പ്രസ് ക്ലബിൽ നടത്തിയ സെമിനാറിൽ പ്രസംഗിക്കുമ്പോഴാണ് അത് നടത്തിയത്. ഞാനും ആ സെമിനാറിൽ മോഡറേറ്ററായിരുന്നു. അപ്പോൾ അത് ഒരു മനഃപൂർവ്വം പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് വലിയ വിവാദങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ആശങ്കകൾ മാറണം, പഠനം നടത്തണം എന്ന രൂപത്തിലുള്ളതല്ലാതെ വിഴിഞ്ഞം പദ്ധതിയെ തുരങ്കൻ വെക്കാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് രമേശ് അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ധരിച്ചായിരിക്കാം ഒരുപക്ഷെ കെ ബാബു അതുകൊണ്ട് പ്രതികരിച്ചത്. പക്ഷേ ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്? ഗവൺമെൻറ്റും സംഘടനയും പാർട്ടിയും മെമ്പർമാരും MLA മാരും മന്ത്രിമാരും തമ്മിലൊരു കോർഡിനേഷൻ്റെ കുറവ്. ഇവിടെ നേരത്തെ ശ്രീ വാഴക്കൻ ചൂണ്ടിക്കാണിച്ചത് മുഖ്യമന്ത്രി അറിയാതെ മന്ത്രിസഭാ തീരുമാനമെന്നാണ്. അതാണ് പ്രത്യേകത. മന്ത്രിമാരറിയാതെ മന്ത്രിസഭാ തീരുമാനം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി അറിയാതെ മന്ത്രിസഭാ തീരുമാനമായി എന്ന് ഉണ്ടാകുന്നതാണ് അസാധാരണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഈ തരത്തിലൊരു ചർച്ചയും കൂടുതൽ കോർഡിനേഷനും ഉണ്ടാകേണ്ടതാണ് ഭരണതലത്തിൽ. ആ തരത്തിലുള്ള ചർച്ച ഉണ്ടാകുന്നില്ല. ഇപ്പോൾ വിഴിഞ്ഞം തന്നെയാണെങ്കിലും പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയെന്ന് രമേശ് ചെന്നിത്തലയുടെ മനസ്സിൽ തോന്നിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ കോർഡിനേഷൻ ലാപ്സ് ഉണ്ട്. ആ ലാപ്സ് ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാകണം. അത് കോൺഗ്രസ്സിന്, പ്രത്യേകിച്ച് ഭരണ തുടർച്ച ആഗ്രഹിക്കുന്ന കോൺഗ്രസ്, ഭരണ തുടർച്ചയ്ക്ക് സാധ്യതയുള്ള കോൺഗ്രസ്, UDF അരുവിക്കര തെരഞ്ഞെടുപ്പോടുകൂടി ഭരണ തുടർച്ചയ്ക്ക് സാധ്യതയുണ്ട്, വളരെ സാധ്യത. ആ സാധ്യത മങ്ങാതിരിക്കുന്നതിന് ഗവൺമെൻറ്റും പാർട്ടിയും ആ കോർഡിനേഷനോടുകൂടി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അതാണ് താങ്കൾക്ക് കാര്യത്തിൽ പറയാനുള്ളത്. നന്ദി ശ്രീ അജിത് കുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം ശ്രീ ജോസഫ് വാഴക്കൻ, ജേക്കബ് ജോർജ്. ബിഗ് സ്റ്റോറി അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ടുഡേ കാണാം. നമസ്കാരം.